അപ്പോൾ ഞങ്ങളൊന്ന് ഒരു വ്ളോഗ് ചെയ്യാമെന്ന് പറഞ്ഞു വിചാരിച്ചു. മിയ നമ്മളെങ്ങനെ പോകണത് തോട്ടിൽ പോവാണ്. തോട്ടിൽ നീന്താനൊന്നും അറിയില്ല, വെറുതെ കാണാൻ പോവാ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനെന്ന് പറഞ്ഞാൽ തന്നെ ഞങ്ങൾ തോട്ടിൽ പോയ വീഡിയോ ആണിട്ടത്. വീഡിയോ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് തോന്നുന്നില്ല, ജസ്റ്റ് ഒരു വീഡിയോ ഞങ്ങൾ തോട്ടിൽ പോയപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ലാസ്റ്റായിട്ട് തോട്ടിൽ പോയത് ഇപ്പോൾ ഞാൻ എൻ്റെ കഴിഞ്ഞ ബർത്ത്ഡേക്കാണ് പോയത്. ഒരു വർഷം കഴിഞ്ഞ് ലാസ്റ്റായിട്ട് തോട്ടിൽ പോയിട്ടൊക്കെ. അന്ന് പോകുമ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഒപ്പമാണ് പോയത്. അപ്പോൾ നല്ല രസമായിരുന്നു. അന്ന് ഇത്ര വെള്ളം ഉണ്ടായിരുന്നില്ല. എനിക്ക് നീന്താനൊന്നും അറിയില്ല, വെള്ളം ഉണ്ടായിട്ടും കാര്യമില്ല. പക്ഷേ വെള്ളം ഇല്ലാത്തപ്പോഴാണ് എനിക്ക് ഇറങ്ങുന്നത് ബെറ്റർ തോന്നിയിരുന്നു. ഇപ്രാവശ്യം ഞങ്ങൾ പോയിട്ട് വല്ലാണ്ട് ഇറങ്ങിയൊന്നുമില്ല. സെയിനും സാലും ഉണ്ടായിരുന്നു, അപ്പോൾ അവരെ നോക്കി നിന്നു. പിന്നെ ഞങ്ങൾ മേമാൻ്റെ വീട്ടിൻ്റെ അടുത്താണ് ഞങ്ങൾ തോടുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് സുഖമായിട്ട് പോവുകയും ചെയ്യാം. അവിടെ മേമാൻ്റെ വീട്ടിൽ പോയി ഞങ്ങൾ അവർ ഡ്രസ്സെല്ലാം മാറ്റി എന്നിട്ട് അങ്ങനെ ഞങ്ങൾ തോട്ടിലിറങ്ങി. മേമ വീട്ടിലില്ല, മേമ ഇപ്പോൾ ലണ്ടനിലാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ ഇടയ്ക്കൊക്കെ പോയിരുന്നു. മേമ ഉണ്ടാകുമ്പോൾ ഇടയ്ക്ക് പോയിരുന്നു. ഇപ്പം അങ്ങനെ പോലൊന്നുമില്ല. ശരിക്കും ഇതൊക്കെ എനിക്ക് ബാംഗ്ലൂർ പോയാൽ നല്ല മിസ്സാവലുണ്ട് കേട്ടോ. ബട്ട് എന്താ ചെയ്യുക, അങ്ങനെയൊക്കെയല്ലേ പറ്റുള്ളൂ. എന്നാലും ഞാനിപ്പോൾ എത്ര വട്ടം ബാംഗ്ലൂരിൽ പോയിട്ട് വന്നിട്ടൊക്കെ ഉണ്ട്. എന്നിട്ട് ഞാനിപ്പോഴാണ് തോട്ടിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്നത്. അതിൻ്റെ ഇടയിൽ വരാനോ പോകാനോ ഒന്നും പറ്റിയിട്ടില്ല. വന്നാലും വെള്ളം ഉണ്ടാവില്ല, അങ്ങനെ കുറേ കാരണങ്ങളുണ്ടാവും പോകാതിരിക്കാൻ. ടൈം ഉണ്ടാവില്ല, 1-2 ദിവസത്തിന് വരും ചെയ്യാറ്. ഇപ്പം പിന്നെ സെം ബ്രേക്ക് ആയതുകൊണ്ട് ആ ഒരു ഇതിന് പോകുന്നില്ല. എന്തായാലും നല്ലൊരു ഈവനിങ് ആയിരുന്നു അന്ന് പോയത്. നല്ല കാറ്റുണ്ടായിരുന്നു, മഴ ഉണ്ടായിരുന്നില്ല. ബട്ട് നല്ലൊരു തണുത്ത കാറ്റും എല്ലാം നല്ല ആസ്വദിച്ചിരുന്നു അവിടെ. പിന്നെ കുറേ ഞങ്ങൾ ഫോട്ടോ എടുത്തു. സാരും സെയിനും കുറേ വെള്ളത്തിലിരുന്ന് കളിച്ചു. എന്നിട്ട് അതൊന്നുമല്ല, വീട്ടിൽ വന്നിട്ട് അവൾ പറഞ്ഞത് എന്താണെന്നറിയോ, അവളെ വെള്ളത്തിലിറക്കിയില്ല എന്നുള്ളത്. ഈ ഇടുത്തൊക്കെ കണ്ടിട്ടാണല്ലോ ഞങ്ങൾ വെള്ളത്തിലിറക്കില്ല പറഞ്ഞു. ഇങ്ങനെ കുത്തിനിൽക്കുന്ന വെള്ളത്തിൽ ഞങ്ങൾ എങ്ങനെയാണ് അവളെ ഇറക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ കരഞ്ഞിരുന്നു അവളൊക്കെ ഇരുന്നിട്ട്. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ നോക്കി നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ നേരെ തിരിച്ചു. സാലുവും സെയിനും ഒരുമിച്ച് വന്ന് അവരങ്ങനെ പോയി. ഞങ്ങൾ നേരെ നടന്നു പോയി. ഞങ്ങൾക്ക് ആകെ 10 മിനിറ്റിനുള്ളിൽ നടക്കാനുള്ളൂ മേമാൻ്റെ വീട്ടിലേക്ക്. അങ്ങനെ പോയി. അപ്പോൾ ഓക്കെ, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഓക്കെ, ശരി, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.